നമസ്കാരം, ഞാൻ ബിജീഷോളു, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷോളു മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി. വരും ദിവസങ്ങളിൽ, വരും ആഴ്ചകളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ നമുക്ക് വിദഗ്ധമായിട്ട് ഈ ഒരു ട്രെൻഡ് മാനേജ് ചെയ്യാം, കറണ്ട് ഒരു ട്രെൻഡ് എന്താണ്, കറണ്ട് ഒരു സിറ്റുവേഷൻ നമുക്ക് കൈകാര്യം ചെയ്യാം. നിഫ്റ്റിയിലായാലും ട്രേഡ് ചെയ്യുന്നവർക്കായാലും വരും ദിവസങ്ങളിൽ, വരും ആഴ്ചകളിലായാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പം നിഫ്റ്റിയിലെ ഒരു കറണ്ട് ഒരു സെന്റിമെന്റിൽ നെഗറ്റീവ് തന്നെയാണ്. പക്ഷെ നമുക്ക് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനായിട്ടാണ് സൂചിപ്പിച്ചിരുന്നത്. ഇൻട്രാഡേയിൽ എക്സാക്റ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യാനായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോസിൽ പറഞ്ഞിരുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു ബൈരൊരു മൊമെൻറ്റം, ഇവിടെ നിന്നൊരു ബൈരൊരു മൊമെൻറ്റം വന്നപ്പോഴും നമ്മളത് സൂചിപ്പിച്ചിരുന്നു. ഇതൊരു റൈറ്റ് ഒരു ബൈരൊരു ഓപ്പർച്യൂണിറ്റി അല്ല. റൈറ്റ് ഒരു ബൈര ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ ഇതാണ് റൈറ്റ് ഒരു ബൈ ഒരു ഓപ്പർച്യൂണിറ്റി. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയാലും നമ്മൾ എക്സാക്റ്റ് ആയിട്ട് നമ്മൾ പ്രഡിക്ഷൻ നടത്തിയിരുന്നു. എക്സാക്റ്റ് ആയിട്ട് നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഇതൊരു ഫാൾസ് ബ്രേക്ക്ഔട്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇത് തിരിച്ച് മുകളിലേക്ക് കയറാനൊരു സാധ്യത നമ്മൾ നൽകിയിരുന്നു. അതിനുശേഷമായിരുന്നു ആ സ്ട്രോങ് അപ്പ് മൂവ്മെന്റ്. പക്ഷേ ഈ സ്ട്രോങ് അപ്പ് മൂവ്മെന്റ് അവസാനിച്ചിരിക്കുന്ന ഏരിയ 20,200 എന്ന് പറയുന്ന റേഞ്ച്, അതായത് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നാണ് ആ ഒരു മൊമെന്റം. നിഫ്റ്റി ആയാലും ഈ ഒരു ഏരിയയിൽ നിലനിൽക്കുമ്പോൾ നമ്മളത് സൂചിപ്പിച്ചിരുന്നു. 20,200 അടുത്ത് റെസിസ്റ്റൻസ് ലെവലാണ്. അതുപോലെ തന്നെ നിഫ്റ്റിക്കായാലും ഇനി ലോവർ ലെവലിലേക്കായാലും നിഫ്റ്റിക്ക് വരുമ്പോൾ നിഫ്റ്റിക്ക് ഈ 19,200 അടുത്ത്, ഇപ്പൊ നിഫ്റ്റി താഴത്തേക്ക് ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴത്തേക്ക് വന്നാലും 19,200 റേഞ്ചിന്റെ അടുത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിലായാലും വരും ദിവസങ്ങളിലായാലും ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുന്നതാണ് സേഫ് വരുന്നത്. റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ എപ്പോഴും നൽകും, കൃത്യമായിട്ടുള്ളൊരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലായാലും നമ്മൾ എക്സാക്റ്റ് ആയിട്ട് സൂചിപ്പിച്ചിരുന്നു. ഫിൻ നിഫ്റ്റി നമ്മളത് ട്രെൻഡ് നെഗറ്റീവിൽ തന്നെയാണ് സൂചിപ്പിച്ചിരുന്നത്. ഫിൻ നിഫ്റ്റി മാത്രമല്ല, നമുക്ക് നാസ്ഡാക്ക് മാർക്കറ്റ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നെഗറ്റീവ് ആണ്. അതുപോലെ തന്നെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് നെഗറ്റീവ് ആയിട്ടുണ്ട്, ലോങ് ടൈം നെഗറ്റീവ് ആയിട്ടുണ്ട്. മുകളിലേക്ക് പോകുന്നത് കയ്യിലുള്ളൊരു പൊസിഷൻസ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഇതൊക്കെ മുൻകൂട്ടി നമ്മളത് സൂചിപ്പിച്ചത് എന്തുകൊണ്ടാണെങ്കിൽ, നമുക്ക് മാർക്കറ്റിൽ ഫാൾ എപ്പോഴും വരുന്നത്, ഇത് പലപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഫാൾ എപ്പോഴും വരുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇത് ഓൾമോസ്റ്റ് ഒരു 10 ദിവസം എടുത്തിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ആണ്. പക്ഷെ ഇത് വളരെ സിമ്പിളായിട്ടൊരു 4 ദിവസം കൊണ്ട് തന്നെ ഈ ഒരു അപ്പ് മൂവ്മെന്റിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഇപ്പോഴും മാർക്കറ്റിൽ ഒരു ഫാളിന് സാധിക്കും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, മാർക്കറ്റ് എപ്പോഴാണ് ട്രെൻഡ് റിവേഴ്സ് ആകുന്നത്. ട്രെൻഡ് റിവേഴ്സ് ആയി റെസിസ്റ്റൻസ് ഏരിയ എത്തിക്കഴിഞ്ഞാൽ തന്നെ മാർക്കറ്റിൽ നിന്ന് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകരുത്. പിന്നെ നമുക്ക് എപ്പോഴും ഷോർട്ട് സെല്ലിനാണ് മാർക്കറ്റിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. അതുപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും ട്രെൻഡ് നെഗറ്റീവിൽ തന്നെയാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ചെറിയൊരു ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ട്രേഡ് ചെയ്യുമ്പോഴായാലും സാധാരണ ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നത്. അപ്പോൾ ഫാൾസ് ബ്രേക്ക് ഔട്ട് മാർക്കറ്റിനെ കൃത്യമായിട്ട് അനാലിസിസ് ചെയ്യാൻ അറിയാത്തവർക്കാണ് ആ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ടെക്നിക്കലി ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ആ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നത്. ഞാനായാലും പേഴ്സണലി ട്രേഡ് ചെയ്യുമ്പോൾ ഇതൊന്നും യൂസ് ചെയ്യാറില്ല. റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് ഞാൻ അവിടെ യൂസ് ചെയ്യാറുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്ത് ശ്രദ്ധിക്കുക. 44,050 44,050 റെസിസ്റ്റൻസ്. അപ്പോൾ 44,050 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ബൈയുടെ ഒരു സെന്റിമെന്റ് വരുന്നത്. പക്ഷെ സാധാരണ ഒരു ടെക്നിക്കൽ അനാലിസിസ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതേ രീതിയിൽ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്ക് ഔട്ട് ആണ്. പക്ഷെ ഇവിടെ ബ്രേക്ക് ഔട്ട് എടുത്താലും മാർക്കറ്റിൽ ആ ഒരു മൊമെന്റ് ഇല്ല, ആ ഒരു സ്റ്റോപ്പ് ലോസ് അത് ഹിറ്റ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ വീണ്ടും ഇതേ രീതിയിലൊരു ട്രെൻഡ് ലൈൻ വരച്ചുകൊണ്ട് ബ്രേക്ക് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും ഫാൾസ് ബ്രേക്ക് ഔട്ടാണ് മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ എപ്പോഴും റൈറ്റ് റെസിസ്റ്റൻസ്, എപ്പോഴും ബൈക്ക് എപ്പോഴും യൂട്ടിലൈസ് ചെയ്യേണ്ടത് റൈറ്റ് റെസിസ്റ്റൻസ് ആണ്. ഒരുപാട് ടെക്നിക്കൽ, ഒരുപാട് ടൂൾസ് ഉപയോഗിക്കുന്ന എല്ലാ കാര്യം റൈറ്റ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉപയോഗിച്ചാൽ പോലും റൈറ്റ് ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്തിരുന്ന പ്രകാരം തന്നെ ഇതൊരു റെസിസ്റ്റൻസ് ആണ്. അപ്പൊ റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് ഇവിടുന്ന് ഷോർട്ട് സെല്ലാണ് ചെയ്യേണ്ടത്. ഇവിടെ ഈ ഒരു ഏരിയയിൽ നിന്ന് എപ്പോഴും ഷോർട്ട് സെല്ലിനാണ് സാധ്യത കൊടുക്കേണ്ടത്. മാർക്കറ്റിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് അറിഞ്ഞില്ലെങ്കിൽ ഇതൊരു കൺസെപ്റ്റില് ഇതൊരു ബ്രേക്ക് ഔട്ട് ചെയ്ത ഈ ഒരു ക്യാൻഡില് ബൈ ആയിരിക്കും സാധാരണ ഒരു കൺസെപ്റ്റിൽ എടുക്കുന്നത്. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുള്ള വരുന്നൊരു ബൈ ആണ്. പക്ഷെ ഇത് ആക്ച്വലി റൈറ്റ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും
മാർക്കറ്റിൽ ആ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ടുകൾ മാർക്കറ്റിൽ സംഭവിക്കില്ല. കാരണം ഇപ്പം നമ്മളെപ്പോഴും പറയാറുണ്ട്, ബ്രേക്ക് ഔട്ടുകൾ എപ്പോഴും നമ്മൾ ബൈ എടുക്കും, നമ്മൾ പറയുന്ന റെസിസ്റ്റൻസിന്റെ ഒരു മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിൽ ആ ഒരു ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഡിപ്പെൻഡ് അപ്പോൾ മാർക്കറ്റ് സിറ്റുവേഷനാണ്, മാർക്കറ്റിന്റെ ഒരു ട്രെൻഡും വോളറ്റാലിറ്റി അല്ലാതെ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് പറയുന്ന മാർക്കറ്റിന്റെ ഒരു സൈക്കോളജി മൂവ്മെന്റുകളൊക്കെ. ഓരോ ദിവസം പറയുന്ന ഒരു മാർക്കറ്റ് അപ്ഡേറ്റ്സുകൾ ശ്രദ്ധിക്കുക. നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, അതിന്റെ ഒരു പ്രൈസ് ആക്ഷൻ കോൾസ് തന്നെ ഡെവലപ്പ് ആക്കിയിട്ടുണ്ട്. നമുക്കത് നല്ല രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് കൃത്യമായിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം ഇതേ രീതിയിൽ ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും മാർക്കറ്റിന്റെ ആ ഒരു ട്രെൻഡ്, കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡ് ക്യാച്ച് ചെയ്യാൻ പറ്റും. വലിയൊരു മൊമെന്റ് ഒക്കെ മാർക്കറ്റിൽ വരുന്ന ഒരു സമയത്തൊക്കെ ബൈയുടെ ഓപ്പർച്യൂണിറ്റിയോ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയോ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയിലും കറണ്ട് ഒരു സെന്റിമെന്റിൽ കറണ്ട് ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് സെൽ ട്രെൻഡ് ആണ്. കാരണം നമ്മൾ പറഞ്ഞിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. നിഫ്റ്റിയിലും അതേപോലെ തന്നെയാണ് ആ ഒരു സെന്റിമെന്റ് സെൽ ട്രെൻഡിൽ തന്നെയാണ്. ഇപ്പൊ എപ്പോഴും റൈറ്റ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയൊരു റിസ്കിൽ ട്രേഡ് ചെയ്യുക. ഏറ്റവും ചെറിയൊരു റിസ്കിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്, റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത അതേ സെയിം കാൽ, ഇപ്പോൾ ഇത് റെസിസ്റ്റൻസ് ലെവലാണെങ്കിൽ മാർക്കറ്റ് എപ്പോഴും റെസിസ്റ്റൻസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത കാലിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ട് മാത്രം ട്രേഡ് ചെയ്യുക. ഇതാണ് ഏറ്റവും ചെറിയൊരു റിസ്കിൽ ട്രേഡ് ചെയ്യേണ്ട രീതി. നമ്മൾ ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിനേലും ഇപ്പോൾ വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് 19,200 അടുത്ത് ഒരു സപ്പോർട്ട് ലെവലാണ്. പക്ഷെ സപ്പോർട്ട് ലെവലിൽ നമ്മൾ ബൈ എടുക്കുമ്പോൾ റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് നമുക്ക് ആ ഒരു സ്ട്രെങ്ത് വരുന്നത്. നമ്മൾ എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ്, ഓൾമോസ്റ്റ് വീഡിയോസിലൊക്കെ സൂചിപ്പിക്കാറുണ്ട്. അതായത് ഈ ഒരു സപ്പോർട്ട് ഇതൊരു 19,225 ഒരു സപ്പോർട്ടാണ്. അപ്പോൾ 225 ഒരു സപ്പോർട്ടാണെങ്കിൽ ഇത് താഴോട്ട് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് സെല്ല് തന്നെയാണ് സാധ്യത വരുന്നത്. പക്ഷേ 19,195 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 19,225 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഈ ഒരു ലെവലിൽ നിന്ന് നമുക്കൊരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇങ്ങനെയാണ് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് റൈറ്റ് ആയിട്ടുള്ള ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ 19,225 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രാഡേയിൽ ഒരു ബൈ സിൻഡിവലാണ്. പക്ഷേ റെസിസ്റ്റൻസ്, തൊട്ടടുത്ത റെസിസ്റ്റൻസ് മനസ്സിലാക്കി വെക്കണം. 19,260 റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ 260 റെസിസ്റ്റൻസ് എത്തുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ വീണ്ടും 260 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് അടുത്ത ഒരു ബൈയുടെ ഒരു സെന്റിമെന്റ് വരുന്നത്. മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോഴായാലും ശ്രദ്ധിക്കേണ്ടത് 19,330 റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ 405 റെസിസ്റ്റൻസ് ആണ്. 400 അടുത്ത് എത്തുമ്പോഴേക്കും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകളായിരിക്കും 19,405, 440. ഈ ഒരു ലെവലൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി വരണമെങ്കിൽ ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, 405 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്തൊരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്താൽ കൂടുതൽ വീക്ക്നെസ് ആണ്. പക്ഷെ തിരിച്ച് ഈ സപ്പോർട്ടിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവ് ആണ്, ട്രെൻഡ് സെൽ ട്രെൻഡിലാണ്. പക്ഷെ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് പറയുന്ന ഒരു രീതിയിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രം യൂട്ടിലൈസ് ചെയ്യുക. അതായത് ഓപ്പൺ ചെയ്യുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലാണ് ബൈയുടെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു സെയിം കാനിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബൈക്ക് പിന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകരുത്. അടുത്തൊരു സപ്പോർട്ട് എവിടെയാന്ന് നോക്കുക. ആ ഒരു സപ്പോർട്ട് ലെവൽ വരെ നിഫ്റ്റിക്ക് വരാനായിട്ട് ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിയിലായാലും ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും വലിയൊരു ഫാളാണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. പക്ഷെ ശ്രദ്ധിക്കണം, ബാങ്ക് നിഫ്റ്റിയിലും ഇതൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലിലേക്കാണ് ബാങ്ക് നിഫ്റ്റി നിലനിൽക്കുന്നത്. ട്രെൻഡ് സ്റ്റിൽ സെല്ലാണ്. പക്ഷേ സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള റൂൾസ് ബേസ് ചെയ്തിട്ട് വേണം. അതായത് റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാതെ ഒരു കാരണവശാലും ബാങ്ക് നിഫ്റ്റിയിലും ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തത്. കാരണം മാർക്കറ്റിൽ വലിയൊരു ഫാള് വന്നു നിൽക്കുന്ന സമയമാണ്. പക്ഷെ ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവിലാണ്. പക്ഷെ സപ്പോർട്ട് ഏരിയയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാൻ പറയുന്നത്.
ബാങ്ക് നിഫ്റ്റിയിലും മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യുന്നത് സപ്പോർട്ടിലാണ്. 43,150 സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണെങ്കിൽ ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യരുത്. സപ്പോർട്ടിൻ്റെ താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ചെറിയൊരു ടൈം ഫ്രെയിമിലായാലും ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഷോർട്ട്സിൻ്റെ സാധ്യത വരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്താലും അടുത്ത റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്ന് ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം. വീണ്ടും സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്. പക്ഷെ തിരിച്ചതിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബൈയുടെ ഒരു സെൻറ്റിമെൻ്റാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ ക്വിക്കായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ ലഭിക്കും. ക്വിക്കായിട്ടുള്ള ഒരു ഫാള് മാർക്കറ്റിൽ ലഭിക്കും. പക്ഷേ 42,920 സപ്പോർട്ടാണ്. ഈ ഒരു ലെവലിൽ നിന്നായാലും നിഫ്റ്റി ഒരു ബൗൺസ് ചെയ്തതിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രാഡേയിൽ ഒരു ബൈ സെൻറ്റിമെൻ്റാണ്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്നാണെങ്കിൽ ഷോർട്ട്സ് തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. അടുത്തൊരു സപ്പോർട്ട് എത്തുമ്പോൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. 43,350 റെസിസ്റ്റൻസിൻ്റെ മുകളിലാണെങ്കിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. 350 താഴത്തേക്ക് നിലനിർത്തിയ ഷോർട്ട്സ് തന്നെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. അടുത്ത റെസിസ്റ്റൻസ് മനസ്സിലാക്കി വയ്ക്കുക. 43,550 റെസിസ്റ്റൻസ്. അപ്പോൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ടുള്ളൊരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റ് വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വിലയേറെ ഷെയറുകളും കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.